ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹസീന ജബ്ബാർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹിദായാസ് ഹോം ഗാർഡൻ. അപ്പോൾ കുറേ ഗ്യാപ്പുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ബിസിയാണ്. ഇന്ന് താമരക്കുടി സ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഫീൽഡ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗാർഡനിൽ വരുന്നുണ്ട്. അപ്പം അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കണം. പിന്നെ നമ്മുടെ കുറച്ച് പ്ലാന്റുകൾ പലപ്പോഴും പല ആൾക്കാരും നമ്മുടെ വൈറലായ വീഡിയോയിലൂടെ, അതായത് വെറൈറ്റി മീഡിയ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു 1 ഇയറിന് മുന്നേ. അപ്പോൾ അതിനകത്ത് 1 ലാഖിൻ്റെ പ്ലാന്റ് ഉണ്ട്, 50Kയുടെ പ്ലാന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ 1 ലാഖിൻ്റെ പ്ലാന്റ് ഒന്ന് കാണിച്ചു തരുമോ, പരിചയപ്പെടുത്തി തരുമോ എന്ന്. തീർച്ചയായിട്ടും ഇന്ന് കുട്ടികളുടെ ഫീൽഡ് വിസിറ്റിന് ശേഷം നിങ്ങളെ ഞാൻ ആ 1 ലാഖിൻ്റെ പ്ലാന്റ് പരിചയപ്പെടുത്തി തരും. ഇനി ആരും വന്നിട്ട് ഇവിടെ വന്നിട്ട് 1 ലാഖിൻ്റെ പ്ലാന്റ് ചോദിക്കേണ്ടി വരത്തില്ല. നമ്മുടെ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ 1 ലാഖിൻ്റെ ഒക്കെ പ്ലാന്റുകൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. As the chemicals that take us higher. The night's young and it's just begun. As she puts her hand in mine, we wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. Running wild. Now the morning is the afternoon. We lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again.
കണ്ടു കാണും നമ്മുടെ താമരക്കുടി സ്കൂളിൽ നിന്ന് വന്ന് കുട്ടികൾ ഫീൽഡ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന് ഇവിടെ എല്ലാം ചെടികളൊക്കെ പരിചയപ്പെടുന്നതും ഒക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇനി നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ 1 ലാഖിൻ്റെ പ്ലാന്റ് കാണാം. ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തന്നെ കുട്ടികൾ വരികയുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ചോദിക്കും 1 ലാഖിൻ്റെ പ്ലാന്റ് ഏതോ 1 ലാഖിൻ്റെ പ്ലാന്റ് ഏതോ. അപ്പോൾ നമ്മൾ കൂടുതലും എക്സോട്ടിക് പ്ലാന്റാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഫോളേജ് പ്ലാന്റുകളും വിദേശത്ത് നടക്കുവാണ്. തായ്ലൻഡ്, ഇന്തോനേഷ്യ, ഇക്കോ ജനറ പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള 1 ലാഖ്, അതായത് ഒരു 2 മന്തിന് മുന്നേ 1 ലാഖിന് മുകളിലായിരുന്നു ഈ ഒരു പ്ലാന്റിൻ്റെ വില. വില്ലേജ് വെരിഗേറ്റഡ് ആണ്. അപ്പോൾ ഇനി 1 ലാഖിൻ്റെ പ്ലാന്റ് ചോദിച്ചാൽ ആരും വരരുത്. ഇത് 1 ലാഖാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ കൊടുത്തത് ഇത് 60Kക്കാണ്. പക്ഷേ കസ്റ്റമറിന് ഭയങ്കര ലെക്കാണ്. കാരണം ഇതിന് വന്നിട്ട് 1, 2, 3, 4, 5, 6 ലീഫുണ്ട്. ഏകദേശം ഒരു 3 ലീഫൊക്കെയാണ് 60Kക്ക് കിട്ടുക. ഇത് 6 ലീഫ് 60,000 രൂപയ്ക്കാണ് ഞാൻ സെല്ല് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഗാർഡനിലെ ഏറ്റവും വിലയുള്ള ചെടി. പിന്നെ മറ്റൊരു പ്ലാന്റ് കൂടി ഞാൻ പരിചയപ്പെടുത്താം. സ്പിരിറ്റസ് സാങ്ക്റ്റിയാണ്. സ്പിരിറ്റസ് സാങ്ക്റ്റി കണ്ടില്ലേ, ഇതും 1 ലാഖിന് മുകളിൽ റേറ്റ് ഉണ്ടായിരുന്നൊരു പ്ലാന്റാണ്. ഇപ്പം സ്പിരിറ്റസ് സാങ്ക്റ്റി കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ടിഷ്യൂ സക്സസ് ആയതുകൊണ്ട്. പക്ഷേ ബില്ലേറ്റ് വെരിഗേറ്റഡ് ഇപ്പോഴും ടിഷ്യൂ സക്സസ് ആയിട്ടില്ല. പക്ഷേ ടിഷ്യൂ പ്ലാന്റുകൾക്ക് ഇത്രത്തോളം വെരിഗേഷൻ ഒന്നും കറക്റ്റ് കിട്ടാറില്ല. അതാണ് സ്പിരിറ്റസ് സാങ്ക്റ്റി. അപ്പോൾ ഈ 2 ചെടിയാണ്. ഇനി ഞാൻ മറ്റൊരു ചെടി കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. പ്ലാന്റ് ആണ് ഇത്. മിൻറ്റ്, ഡ്രാഗൺ മിൻറ്റ് ആണ്. ഡ്രാഗൺ മിൻറ്റ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിപ്പോൾ ഒരു നല്ല ലൈറ്റ് കിട്ടി കഴിയുമ്പോഴത്തേന് ഈ ഒരു കളർ, ഒരു യെല്ലോയിഷ് കളറിൽ ലീഫുകളാകും. ഇതിപ്പോൾ ലൈറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ഗ്രീൻ കളറിലോട്ട് മാറിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ. ഇപ്പോൾ ഇവർ 3 പേരും യാത്രയാവാനിരിക്കുന്നവരാണ്. അതുകൂടി പറയുകയാണ്. നമ്മുടെ ഗാർഡനിൽ ഇവർക്കൊന്നും ഇരിക്കാനുള്ള യോഗ്യത ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ വില്ലേജ് വെരിഗേറ്റഡ് എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ പലപ്പോഴും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാറുണ്ട്. ഇനി എന്തായാലും എനിക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു പ്ലാന്റ് വെക്കണം. ഇത്രയും റേറ്റ് കൊടുത്തൊക്കെ മേടിക്കാറായോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാലും നമ്മുടെ ആഗ്രഹങ്ങളല്ലേ, തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പം പലർക്കും പല രീതിയിലായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു ടൂറ് പോകുന്ന അതേ ഫീലാണ് എൻ്റെ ചെടികളുടെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ. അല്ലെങ്കിൽ പലരും പല രീതിയിലായിരിക്കാം സന്തോഷം. ട്രാവൽ ചെയ്ത് സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്, പിന്നെ പല സ്ഥലങ്ങളിൽ പോയി സന്തോഷം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും എൻ്റെ ചെടികൾക്കൊപ്പം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴും അതിനെ പരിപാലിക്കുമ്പോഴും പുതിയ പുതിയ കളക്ഷൻ കൊണ്ടുവന്ന് അതിനെ വളർത്തുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ ലൈഫിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പുതിയ കളക്ഷനുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.